ദേവമ്മയും ലക്ഷ്മിയമ്മയും കൂടി സിറ്റൗട്ടിൽ സംസാരിക്കുകയാണ്. ധരൻ വെറുതെ ഹാളിൽ ഇരിപ്പുണ്ട്. ഫോണിലൂടെ ചൂണ്ടുവിരൽ ഓടിക്കുകയാണെങ്കിലും അവൻ്റെ മനസ്സിവിടെ ഒന്നുമല്ലായിരുന്നു. ആകെ അസ്വസ്ഥനായിരിക്കുന്ന മകനെ കാണുന്തോറും ദേവമ്മയ്ക്ക് നെഞ്ചു പൊട്ടും പോലെ തോന്നി. ദേവമ്മച്ചി, ഗേറ്റ് കടന്ന് ഓടി വരുന്ന നിച്ചുക്കുട്ടനെ കണ്ടതും അവർ എല്ലാവരും പരിഭ്രമത്തോടെ എഴുന്നേറ്റു. ഓടി വന്നുകൊണ്ട് അവൻ ദേവകിയെ വട്ടം പിടിച്ചു. എന്താടാ, എന്താ പറ്റിയേ? തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന നിച്ചുവിനെ കണ്ടതും എന്തോ ആപത്ത് സംഭവിച്ചുവെന്ന് ദേവകിക്ക് തോന്നി. ധരനും അവിടേക്ക് വേഗം എഴുന്നേറ്റ് വന്നു. കാർത്തു ചേച്ചി, ചേച്ചിയെ വിമല വല്യമ്മ ഒരുപാട് അടിച്ചു. ചേച്ചിയുടെ കയ്യും കാലും എല്ലാം മുറിഞ്ഞു. മുറിയിൽ പൂട്ടിയിട്ടിരിക്കും അവര്. എൻ്റെ ചേച്ചി പാവമല്ലേ ദേവമ്മേ? ഒന്ന് വന്ന് രക്ഷിക്കാൻ ധരൻ ചേട്ടനോട് പറയേ. അവരുടെ വയറിൽ വട്ടം പിടിച്ച് കരയുകയാണ് നിച്ചു. മോനെ, നീ എന്തൊക്കെയാടാ പറയുന്നത്? സത്യമാണ് ഞാൻ പറയുന്നത്. ചേച്ചിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. ആകെ തളർന്ന് മുറിയുടെ ഒരു മൂലയിലിരിക്കുവാണ്. ദേ, ഇവിടെയും ഇവിടെയെല്ലാം വല്യമ്മ അടിച്ചു. അവൻ തൻ്റെ കൈത്തലം എടുത്ത് കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് അവർ മൂവരും. നിച്ചു, എടാ നിച്ചു, ഈ കുട്ടി ഇതെവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വാസുദേവനും ഭാര്യയുമൊക്കെ പടിപ്പുരയുടെ അടുത്തേക്ക് വരുന്നത് ദേവമ്മ കണ്ടു. അവർ കുട്ടിയുടെ കൈയും പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാൽ അതിനു മുന്നേ അവരുടെ കൈ വിടുവിച്ചുകൊണ്ട് അവൻ വന്ന വഴിയെ ഓടി. മോനെ, നീ എവിടെ പോവാടാ? ഞാൻ ഇപ്പോൾ വരാം ലക്ഷ്മിയമ്മേ, ഒരത്യാവശ്യമുണ്ട്. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണവൻ എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. അവൻ തൻ്റെ കാവ്യമുണ്ട് ഒന്ന് മുറുക്കി എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ അതിനേക്കാൾ മുന്നേ ദേവമ്മ നടന്നു കഴിഞ്ഞിരുന്നു. അമ്മേ, അമ്മ വരണമെന്നില്ല. സാരമില്ല മോനെ, ഞാനും കൂടി വന്നാലേ ശരിയാവൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, വിമലയെ ഭയന്നാണ് ആ കുട്ടി അവിടേക്ക് വീണ്ടും പോയത്. അവളുടെ സ്വഭാവം പണ്ടേക്ക് പണ്ടേ എനിക്കറിയാം മോനെ. ഇടവഴിയിൽ കൂടി വേഗത്തിൽ നടന്നു പോകുമ്പോൾ ദേവമ്മ ധരനോട് പറഞ്ഞു. വാസുദേവൻ്റെ ഉച്ചത്തിലുള്ള ശകാരം കേട്ടുകൊണ്ടാണ് ധരനും അമ്മയും മുറ്റത്തേക്ക് കയറി വന്നത്. നിച്ചുവിനെ വഴക്കു പറയുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. കാർത്തികേ, ധരൻ്റെ ഉറക്കെയുള്ള വിളിയൊച്ച വാതിൽപ്പടി കടന്ന് കാത്തൂൻ്റെ കാതുകളിലെത്തി. കാൽമുട്ടുകളിൽ വീങ്ങിയ കവിൾത്തടം ചേർത്ത് വെച്ചിരിക്കുകയാണ് അവൾ. ശരവേഗത്തിൽ വിമല അവിടേക്ക് പാഞ്ഞു വന്നു. മുറിയുടെ വാതിൽ വെളിയിൽ നിന്ന് ലോക്ക് ചെയ്തു. ആരോട് ചോദിച്ചിട്ടാടാ നീ വീണ്ടും ഇവിടേക്ക് കയറി വന്നത്? ആക്രോശിച്ചുകൊണ്ട് നാരായണൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. കാർത്തിക എവിടെ? ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ധരൻ അയാളോട് ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ആരാണെന്നുള്ള കാര്യം തന്നോട് ഇവിടെ വന്ന് വ്യക്തമാക്കിയതാണ്. ഇനി കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മകളുടെ വിവരം തിരക്കുവാനായി നീ ഇനി ഇവിടേക്ക് കയറി വന്നാൽ നിന്റെ കാൽ രണ്ട് ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വിമലയായിരുന്നത്. എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ആരൊക്കെ തടഞ്ഞാലും ശരി, ഞാൻ അവളെ കൊണ്ടുപോവുകയും ചെയ്യും. ഒരുപാട് സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ധരൻ അവരോട് സംസാരിക്കുന്നത്. നീ ഒരിടത്തേക്കും കൊണ്ടുപോവില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. മനുഷ്യനെ വെറുപ്പിക്കാതെ ഇറങ്ങിപ്പോടാ. വിമല വീണ്ടും ഒച്ച വെച്ചു. ധരൻ അവരെ അടിമുടിയൊന്ന് നോക്കി. ദേ തള്ളേ, മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും കേട്ടോ. ധരൻ വിമലയോട് പറഞ്ഞു. ദേവകി, നിന്റെ മകനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടി ഇവിടുന്ന്. വീട്ടിൽ കയറി വന്ന ആളാവുന്നോ? നാരായണനായിരുന്നത്. എൻ്റെ മകൻ കാർത്തുമോളുടെ കഴുത്തിൽ താലി ചാർത്തിയതാണ്. അവൻ്റെ ഭാര്യയാണവൾ. അവളിനി കഴിയേണ്ടത് അവനോടൊപ്പം അല്ലേ നാരായണ? അതുകൊണ്ട് കാത്തൂനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ദേവകി വെറുതെ തോന്നിവാസം പറഞ്ഞ് രംഗം വഷളാക്കരുത്. എൻ്റെ മകൾക്ക് ഇവനോട് അങ്ങനെ ഒരു ഇഷ്ടവുമില്ല. അവൾ ഒരിക്കലും ഭർത്താവായി ഇവനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും.
താൻ കാർത്തികയെ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ? ധരൻ അയാളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി വന്നു. ഇല്ല, ഒരിക്കലുമില്ല, അയാൾ അടിവരയിട്ട് പറഞ്ഞു. അമ്മേ. ധരൻ വിളിച്ചതും ദേവകി വാതിൽ കടന്നകത്തേക്ക് കടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വാസുദേവൻ പടിയിൽ തൻ്റെ വലതുകൈ വെച്ചുകൊണ്ട് അവരെ തടഞ്ഞു. ചേച്ചി, ചേച്ചി ഇപ്പോൾ പോകാൻ നോക്ക്. ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്, അതും ഈ രാത്രിയിൽ. ശരി, ഞങ്ങൾ പൊയ്ക്കോളാം. പക്ഷേ അതിനു മുന്നേ എനിക്ക് കാർത്തൂനെ ഒന്ന് കാണണം. നിങ്ങൾക്ക് സമ്മതമാണോ? ദേവകി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അല്പസമയം ആലോചിച്ച ശേഷം നാരായണൻ വിമലയോട് ദേവകിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു. വാതിലിൻ്റെ ഓടാമ്പലെടുത്ത് വിമല അകത്തേക്ക് പ്രവേശിച്ചു. പിന്നാലെ ദേവകിയും. അവളെ കണ്ടതും അവർ ഞെട്ടിപ്പോയി. ഇരു കവളുകളും വീങ്ങിയും കീഴ്ചുണ്ട് പൊട്ടിയ നിലയിലുമായിരുന്നു അവൾ. മോളെ കാർത്തു. അവർ ഓടിച്ചെന്ന് അവളെ വാരിപ്പുണർന്നു. അവരുടെ നെഞ്ചിലേക്ക് വീണ് കിടന്ന് അവൾ ഒരുപാട് സമയം കരഞ്ഞു. അവരും കരയുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വിമല കലി പുരണ്ട് അവരുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞെങ്കിൽ ഇറങ്ങിപ്പോ, വെറുതെ മനുഷ്യൻ്റെ ഉറക്കം കളയാൻ. പറഞ്ഞ് മുഴുവിപ്പിക്കും മുന്നേ ദേവമ്മയുടെ വലത് കൈ വിമലയുടെ കവളിൽ പതിഞ്ഞിരുന്നു. നീ ഒരമ്മയാണോടി? നീ നൊന്ത് പ്രസവിച്ച കുഞ്ഞില്ലടി ഇത്. സ്വന്തം മകളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാനും മാത്രം എന്ത് തെറ്റാണ് ഇവൾ ചെയ്തത്? എന്തടി? വിമലയുടെ ഇപ്പുറത്തെ കരണം നോക്കി ഒന്നുകൂടെ പൊട്ടിച്ചുകൊണ്ട് ദേവമ്മ വിമലയെ പിടിച്ചുലച്ചു. നീ എന്തിനാടി ഇങ്ങനെയൊരു ദ്രോഹം എൻ്റെ കുഞ്ഞിനോട് ചെയ്തത്? പറയടി എരണം കെട്ടവളെ. ദേവമ്മയുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടി, ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് വേണോ എൻ്റെ കാത്തൂനെ? ഇനി ഇവളുടെ മേൽ എന്തെങ്കിലും അധികാരം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവിടേക്ക് വന്നാൽ ഈ ദേവകി ആരാണെന്ന് നിങ്ങളെല്ലാവരും അറിയും. അത്രയും കാലം ഒരു പാവത്തെ പോലെ നിന്നിരുന്ന ദേവകിയുടെ പുതിയൊരു ഭാവം കാണുകയായിരുന്നു വിമല. അവരപ്പോഴേക്കും കാർത്തുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ദേവമ്മ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചതും അവൾ വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചു. വിമല അടിച്ച പാട് അവളുടെ ഇരു കൈകളിലും ചുവന്നു പൊട്ടി തിണർത്ത് കിടന്നു. അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് ദേവകി ഉമ്മറത്തേക്ക് വന്നു. അവളെ കണ്ടതും ധരൻ ഞെട്ടി. അത്രമേൽ ക്ഷീണിതയായിരുന്നു അവള്. വിമലയുടെ പീഡനത്തിൻ്റെ ആഴം എത്രത്തോളമാണെന്ന് അവനും മനസ്സിലായി. നാരായണ, ഞാൻ കൊണ്ടുപോകുന്ന കാത്തൂനെ. നിനക്ക് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്തോളാം, ബാക്കി കാര്യം അപ്പോൾ. ദേവകി എല്ലാവരെയും വെല്ലുവിളിക്കും പോലെ നോക്കി പറഞ്ഞുകൊണ്ട് മകൻ്റെ അടുത്തേക്ക് വന്നു. കാർത്തു, മോൾ അകത്തേക്ക് കയറിപ്പോകൂ. നാരായണൻ വന്ന് അവളെ ദേവകിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവർ അയാളെ തടഞ്ഞു. ഇനി ഒരുത്തിനും തൊട്ടുപോകരുത് എൻ്റെ കുഞ്ഞിനെ. ഇഞ്ച് ചതയ്ക്കും പോലെ നിന്റെ ഭാര്യയായിട്ട് പെരുമാറിയപ്പോൾ നീയും നോക്കി നിന്നില്ലേടാ. അവർ കോപത്താൽ വിറച്ചു. മോനെ, നമുക്കിറങ്ങാം, വരൂ. ദേവമ്മയാണ് കാർത്തൂനെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് ഉമ്മറപ്പടിയിലേക്ക് ഇറങ്ങിയത്. അവൾ വീണു പോകുമോ എന്ന ഭയത്താൽ അവർ ധരനെ പെട്ടെന്ന് വിളിച്ചു. അവൻ തൻ്റെ വലം കൈയാൽ അവളെ ചേർത്ത് പിടിച്ചു. എടോ നാരായണ, ഞാനിവളെ കൊണ്ടുപോവാ. താൻ കേസ് കൊടുക്കുവോ, പോലീസിനെ കാണുവോ, എന്താണെന്ന് വെച്ചാൽ അയക്കോ. ബാക്കി കാര്യം ഞാനും നോക്കിക്കോളാം. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നിറങ്ങി. കാർത്തൂനെ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അത് ധരനും ദേവമ്മയ്ക്കും മനസ്സിലായി. മോളെ. ഇടറിയ ശബ്ദത്തിൽ അവർ അവളെ വിളിച്ചു. നേർത്തൊരു മൂളൽ മാത്രം. എൻ്റെ കുഞ്ഞെ, നീ എന്തിനാണ് അവിടേക്ക് പോയത്? അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നിന്നെ തല്ലിച്ചതച്ചില്ലേ അവള്? അത് പറയിക്കുകയും ദേവമ്മ കരഞ്ഞുപോയി. മറുപടി ഒന്നും പറയാതെ കൊണ്ട് അവൾ അവരുടെ കൂടെ നടന്നു നീങ്ങി. അവളുടെ അവസ്ഥ കണ്ടതും ലക്ഷ്മി ഓടി വന്ന് അവളെ വാരിപ്പുണർന്നു. എൻ്റെ കുഞ്ഞെ, ഇതാരാ ഇങ്ങനെ ചെയ്തത്? സ്വന്തം തള്ള, അല്ലാതെ പിന്നെ ആരാ? അത് പറയുമ്പോൾ ധരൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി.
അകത്തെ സെറ്റിയിൽ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം ലക്ഷ്മി വേഗം ചെന്ന് മുറിവിന് പുരട്ടുന്ന ഓയിൽമെൻ്റ് എടുത്തുകൊണ്ട് വന്നു. അവളുടെ കീഴ്ചുണ്ടിൽ പുരട്ടി. വേദന കൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ദേവമ്മേ! അല്പം കഴിഞ്ഞതും അവൾ വിളിച്ചു. അവളെ നോക്കി കണ്ണീർ വാർക്കുകയാണ് ദേവമ്മ. പെട്ടെന്ന് അവർ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ മോളെ? വെള്ളം. അവൾ ചുണ്ടനക്കി. ലക്ഷ്മി അപ്പോഴേക്കും ഒരു ഗ്ലാസ്സിൽ വെള്ളം പകർന്നുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. വളരെ ബന്ധപ്പെട്ടാണ് അവൾ അത് കുടിച്ചത്. ദേവമ്മയാണെങ്കിൽ അവളെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയതും ധരൻ അവരെ തടഞ്ഞു. വേണ്ടമ്മേ, ഇവൾ എൻ്റെ റൂമിൽ കിടന്നോളും, നിങ്ങൾ പോയി കിടക്ക്. അത് സാരമില്ല മോനെ, എൻ്റെ കൂടെ കിടത്തിക്കോളാം. കാർത്തികയ്ക്ക് മുകളിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ധരൻ അവളെ നോക്കി. ഇല്ലെന്നവൾ തലകുലുക്കിയപ്പോൾ ധരൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി കൈനീട്ടി. എന്നാൽ അപ്പോഴേക്കും അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മോളെ, നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നും വേണ്ടമ്മേ, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മാത്രം മതി. ധരൻ്റെ പിന്നാലെ കാർത്തുവും പതിയെ റൂമിലേക്ക് പോകാനായി തുടങ്ങി. മോളെ! ദേവമ്മ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ കുട്ടി വിഷമിക്കാതെ, നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒരു വരണ്ട ചിരി അവളുടെ അതരത്തിൽ സ്ഥാനം പിടിച്ചിരുന്നപ്പോഴേക്കും വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്ന ശേഷം കൂടുതലൊന്നും പറയാതുകൊണ്ട് ധരൻ ബെഡിലേക്ക് കിടന്നു. അവനാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. കാർത്തു കയറി വന്നപ്പോൾ അവനവളെ സൂക്ഷിച്ചു നോക്കി. നല്ലോണം കിട്ടിയല്ലടി, നിന്റെ തള്ളെ സമ്മതിക്കാതെ പറ്റില്ല. പുച്ഛഭാവത്തിൽ അവൻ അവളെ നോക്കി ചിരിച്ചു. മറുപടിയൊന്നും പറയാതെ കാർത്തു അവൻ്റെ അപ്പുറത്തായി കയറി ചെരിഞ്ഞു കിടന്നു. പെട്ടെന്ന് അവനവളെ പിടിച്ച് നേരെ കിടത്തി. ഡി! അവൻ വിളിച്ചതും കാർത്തു ആ മുഖത്തേക്ക് നോക്കാനാവാതെ ദൃഷ്ടി പായിച്ചു. എന്തിനാടി അവർ നിന്നെ ഇങ്ങനെ തല്ലിയത്? മറുപടി പറയാതെ കിടക്കുന്നവളെ കണ്ടതും ധരന് കലി കയറി. കാർത്തിക, നിന്റെ ചെവി കേൾക്കില്ലേ? പെട്ടെന്ന് ധരൻ കിടന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു. ധരൻ, പ്ലീസ്. തൻ്റെ മുൻപിൽ കിടന്ന് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് കരയുന്നവളെ നോക്കി അവൻ ഒരു നിമിഷമിരുന്നു. അല്പം കഴിഞ്ഞതും മുറിയിലെ വെട്ടമണഞ്ഞു. കാർത്തു അപ്പോൾ താൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. പടിപ്പുര കടന്നു വരുന്ന കാർത്തുവിനെ കണ്ട് നിച്ചു ഓടി വന്നു. പെട്ടെന്നാണ് ചിറ്റ അവനെ തടഞ്ഞത്. മോനെ, നീ അകത്തേക്ക് കയറിപ്പോടാ. പക്ഷെ അവനത് വകവയ്ക്കാതെ ഓടി വന്നവളെ വട്ടം ചുറ്റി പിടിച്ചു. ചിറ്റയുടെ ബന്ധുജനങ്ങളൊക്കെ എത്തി. അതിൽ നിന്ന് മനസ്സിലായി അച്ചുവും സിദ്ധാർത്ഥ വർമ്മയുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു കാണുമെന്ന്. തുടരും.